ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മെറിത്രി റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഒരു ലൈഫ് ഇൻഷുറൻസിനെ എങ്ങനെ നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് പ്ലാനിംഗ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് വിർച്വൽ എസ്റ്റേറ്റ് പ്ലാനിംഗ്. നമുക്കറിയാം, നമ്മൾ പലരും തന്നെ കൂടുതൽ സ്ഥലങ്ങള്, ബിൽഡിങ്, ഹൗസ് ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ഒരു ധൃതിയിലാണ് പലപ്പോഴും. നമുക്ക് കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് കരസ്ഥമാക്കുക, അല്ലെങ്കിൽ പുതിയ വീടുകൾ വയ്ക്കുക, ഇങ്ങനെ പലത്. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, ഇത് ഒന്ന് വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുമല്ലോ എന്നുള്ളതാണ്. അതേസമയം തന്നെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം സംസാരിക്കുമ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം, വേണ്ട, ഞാൻ റിയൽ എസ്റ്റേറ്റിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതുപോലെ ഒരു വിർച്വൽ അസറ്റ് എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് എടുത്താലും എന്താണ് അതിന്റെ വ്യത്യാസങ്ങൾ? ഒരു റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ നമുക്കറിയാം അതിന്റെ പല കാര്യങ്ങളും ആ ഒരു ബിൽഡിങ്ങിനെയോ അല്ലെങ്കിൽ ഹൗസിനെയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിനെയോ പല കാര്യങ്ങളും അതിന്റെ മൂല്യത്തിനെ ബാധിക്കാറുണ്ട്, അല്ലേ? ഇപ്പോ നമ്മള് ഓർത്തു കഴിഞ്ഞാൽ പലയിടത്തും വെള്ളപ്പൊക്കമൊക്കെ വന്നതിന് ശേഷം പല സ്ഥലത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെള്ളം കയറിയ സ്ഥലമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തെ അതിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അത്രയേറെ കൂടാറില്ല. പിന്നെ സ്ഥലമാണെങ്കിൽ ഇനി ബിൽഡിങ് പല ആളുകൾ റെന്റിന് കൊടുക്കാറുണ്ട്. അതായത് വീടുകൾ വച്ചിട്ട് റെന്റിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെന്റ് എടുത്ത് നമുക്ക് ഒരു സമ്പാദ്യമാക്കാം എന്നുള്ള രീതിയിൽ. ഈ റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെന്റും നമുക്ക് കറക്റ്റായിട്ട് ഇത്ര എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? ഓരോ പ്രാവശ്യം ഇതിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ചൊക്കെ, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഇത് കുറയുന്നതനുസരിച്ചിട്ടൊക്കെ നമുക്ക് റെന്റിൽ വ്യത്യാസം വരാറുണ്ട്. പിന്നെ നമ്മൾ ഇത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ പല ആളുകളുടെയും ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പല ബിൽഡിങ്ങുകൾ, അതായത് ഫ്ലാറ്റുകളൊക്കെ വാങ്ങിയെടുത്തിട്ട് അത് റെന്റിന് കൊടുക്കുക എന്നുള്ളത്. ഈ ഫ്ലാറ്റുകളിലൊക്കെ റെന്റ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റെന്റിനൊന്നും അത് കൊടുത്തു പോകാൻ സാധിക്കില്ല. പിന്നെ ആ ഫ്ലാറ്റിൽ ഫ്ലാറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ അവിടേതായ ആ ഒരു അസോസിയേഷന് ഇത്ര നിശ്ചിത തുക കൊടുക്കണം. പിന്നെ അതിന്റെ മെയിൻ്റനൻസ് ചാർജ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്, അല്ലേ? അതിന് അടയ്ക്കണം, അല്ലെങ്കിൽ മറ്റ് ടാക്സ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അവിടെ നോക്കേണ്ടതുണ്ട്. അതേസമയം ഒരു വിർച്വൽ പ്രോപ്പർട്ടി എന്ന രീതിയിൽ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒന്നും തന്നെ നമുക്ക് വേണ്ട. കാരണം അവിടെ റെന്റ് കൊടുക്കണ്ട, അതിനു വേണ്ട മറ്റ് മെയിൻ്റനൻസ് ഇല്ല, എല്ലാം ആനുവലായിട്ട് വരുന്ന മെയിൻ്റനൻസ് ഇല്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതിന്റെ മൂല്യം ഇടിഞ്ഞു പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. മിക്ക ഇൻഷുറൻസിലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് വരാൻ പോകുന്നത് പോലും. അപ്പോൾ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റിൽ നമുക്കത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാവില്ല, അല്ലെ? ഒരു അത്യാവശ്യ കേസ്, ഒരു എമർജൻസി വന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബിൽഡിങ്ങോ സ്ഥലമോ വിറ്റ് അതിനുള്ള ക്യാഷ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് വിറ്റുപോവില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് അത് വിറ്റുപോവില്ല. അപ്പൊ ആ ഒരു എമർജൻസിക്ക് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതേസമയം നമുക്ക് വിർച്വൽ പ്രോപ്പർട്ടി എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ആ ടൈമിൽ നമുക്ക് അവിടെ ഓൾറെഡി ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ടാവും. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ആ ലോൺ തുക മതിയാവുമെങ്കിൽ അത് എടുക്കാം. അതല്ല, നമ്മളത് എക്സിറ്റ് ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അതിന് ക്യാഷ് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും വിർച്വൽ പ്രോപ്പർട്ടി എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് തന്നെയാണ് മികച്ചതെന്ന് പറയും. ഇനിയിപ്പോൾ ഇൻ കേസ് പ്രോപ്പർട്ടി, അതായത് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവിടെ പെട്ടെന്ന് അത് ലിക്വിഡിറ്റി ഉണ്ടാക്കിയെടുക്കാൻ, ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അത് തന്നെയല്ല, ആ കുടുംബത്തിലുള്ളവർക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഇതെങ്ങനെ വിൽക്കണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ, ഇതൊന്നും ചിലപ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. അപ്പൊ അവരാകെ ഇതൊക്കെ ഉണ്ട്, ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തവരാണ് കുടുംബത്തിലുള്ളവര്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും എന്നൊക്കെ പറയുന്നത്
ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ലാത്തവരുമൊക്കെ ആണെങ്കിൽ അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതേസമയം ഒരു വെർച്വൽ പ്രോപ്പർട്ടി എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇപ്പൊ അദ്ദേഹം മരണപ്പെട്ടാൽ അവിടെ ഒരു നിശ്ചിത തുക ആ കുടുംബത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് പിന്നെ അതിന്റെ കൂടുതൽ നൂലാമാലകളിലേക്കോ പ്രൊസീജിയറിലേക്കോ ഒന്നും അവർ പോകേണ്ട കാര്യം ഉണ്ടാവില്ല. അവിടെ ലിക്വിഡിറ്റി വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വെർച്വൽ പ്രോപ്പർട്ടി എന്ന രീതിയിൽ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടും ഓരോന്നും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈവിധ്യമാർന്ന ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം. കുറച്ചൊക്കെ റിയൽ എസ്റ്റേറ്റിലാവാം, അതുപോലെ കുറച്ച് നമ്മൾ മറ്റ് മ്യൂച്വൽ ഫണ്ട്, ബോണ്ടുകൾ അങ്ങനെയുള്ളതിലാവാം, കുറച്ച് നമ്മൾ നമ്മുടെ ഇൻഷുറൻസിലേക്കും ആവുക. കാരണം എവിടെയൊക്കെ എന്തൊക്കെ നിക്ഷേപിച്ചാലും ഇൻ കേസ് നമ്മളില്ലാതെയായാൽ നമ്മുടെ കുടുംബത്തിന് സംരക്ഷണം നൽകാൻ ഇൻഷുറൻസിന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 30% നമ്മൾ ഇൻഷുറൻസിലേക്ക് കൊടുക്കുക. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് ചിന്തിക്കുക. ഇതുവരെയും ഇത്തരം വൈവിധ്യമാർന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസിൽ നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അത് നാളേക്കുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.